അപ്പോൾ നമ്മൾ ഉന്നക്കായിൽ ഫില്ല് ചെയ്യാനുള്ള സ്റ്റഫ് ചെയ്യാനുള്ള പൂ ഉണ്ടാക്കിയെടുക്കല അടുത്ത പരിപാടി. അപ്പോൾ എന്നാ പറയുമ്പോൾ എന്നോട് നിങ്ങൾ നിനക്ക് പോകട്ടെ, എന്താ ഈ പൂവ്, ഓഹോ മറ്റേ പുഷ്പ ഫ്ലവറിടാ. അപ്പോൾ ഞാൻ പറയും അല്ല, എന്നാൽ കേട്ടോ ഇത് വേറെ സംഭവം ഞാനും ഇപ്പോഴാണ് പഠിച്ചത്. മധുരമുള്ള എല്ലാ ഫില്ലിങ്ങിനെയും നമ്മുടെ നാട്ടിൽ പൂവ് എന്നാ പറയാം. അപ്പോൾ ഓഹോ ഇനിയുമുണ്ടോ ഇനി ഇങ്ങനത്തെ മനോഹരമായ ആചാരങ്ങൾ, ആഹാ എന്നാൽ പിന്നെ നിങ്ങളുടെ നാട്ടിൽ എരിവെള്ളതിനെ കായെന്നായിരിക്കുമല്ലേ പറയുന്നുണ്ടാവുക എന്ന് നിങ്ങൾ ചോദിക്കണ്ടാവും. എന്നാൽ കേട്ടോ അല്ല, അതിന് നമ്മൾ മസാല എന്ന് തന്നെ പറയും. അവിടെ അതുപോലെ പ്രത്യേകിച്ച് പേരിടൽ ആചാരങ്ങളൊന്നുമില്ല, അവിടെ എന്ത് വേണേലും പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പാൻ ചൂടാക്കുന്നു, അതിലേക്ക് ഡാൽഡ, RKG, നെയ്യ്, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല നെയ്യ് ഇടുക വേട്ടോട്ടോ, അല്ലെങ്കിൽ ഒന്നാൽ കത്തിപ്പിടിച്ച് ആകെ തിന്നാവും, പിന്നെ എന്നെ പണ്ട് കാര്യമുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങയും കുറച്ച് ഏലക്കപ്പൊടി, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരുപാട് പഞ്ചസാര ഇടാത്ത എന്താ വെച്ചാൽ നമുക്ക് പഴത്തിലുള്ളൊരു മധുരം ഉണ്ടല്ലോ, ഇനി നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് 2 ഒന്നും ഭാവിയിൽ വരണ്ട, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത, ഞാൻ തന്നെ ക്രഷ് ചെയ്തെടുത്ത നമ്മൾ ആൽമണ്ട് ഇങ്ങനെ വെതറിയിടണം. ക്രിയേറ്റിവിറ്റി കിടക്കട്ടെ. എന്നിട്ട് നല്ലോണം വിളയിച്ചെടുക്കണം.